everyone, welcome back to Asylum Learning. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നല്ലതുപോലെ ആൻസർ ചെയ്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സണ്ണിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാമെന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് സണ്ണാണ്. ഈ വേൾഡിലെ ഏറ്റവും വലിയ എനർജി സോഴ്സും ആര് തന്നെയാ? സണ്ണാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ എനർജി ദാറ്റ് പവേഴ്സ് അവർ പ്ലാനറ്റ്സ് ക്ലൈമറ്റ്, സപ്പോർട്ട് പ്ലാന്റ് ഗ്രോത്ത് ത്രൂ ഫോട്ടോസിന്തസിസ് ആൻഡ് ഈസ് ക്രൂഷ്യൽ ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നമ്മുടെ ഹെൽത്ത്, വെൽബീയിങ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സൺ ഒരു മേജർ പാർട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റും കൃത്യതയോടെ എഴുതുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ലതുപോലെ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, മിസ് പറയുകയാണ് സൺ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന്. അപ്പൊ സൺ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഒരു 2-3 സെന്റൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന്. അല്ലെ, നിങ്ങൾക്കറിയാം നമ്മുടെ പ്ലാനറ്റിൽ അല്ലെങ്കിൽ പോട്ടെ അല്ലെ, സോളാർ സിസ്റ്റം കംപ്ലീറ്റ്ലി നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്താണ്. ഈ എർത്തില് മാത്രമാണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രീൻ ആയിട്ടുള്ള ലീവ്സ് ഉള്ള പ്ലാന്റ്സ് നമ്മൾ കാണുന്നത്. അപ്പൊ ഗ്രീൻ ലീവ്സിനകത്ത് ആരുണ്ട്? ഗ്രീൻ ലീവ്സിനകത്ത് ആരാണുള്ളത്? അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെ, എന്തുണ്ട് അതിനകത്ത്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ്. അല്ലെ, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ. ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു 2-3 സെന്റൻസ് എങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എനർജി സോഴ്സസ്. അല്ലെ, നോക്കിക്കേ, ദ സൺ ഈസ് ദ പ്രൈമറി സോഴ്സ് ഫോർ എനർജി ഓഫ് ദ ലൈഫ് on earth, driving photosynthesis in plant, which in turn produces the oxygen we breathe and forms the base of the food chain. അപ്പൊ ഫോട്ടോസിന്തസിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ആര് ഫോം ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. അല്ലെ, യെസ്, ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല അല്ലെ, ഫോട്ടോസിന്തസിന്റെ സമയത്ത് എന്തെടുക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? പ്ലാന്റ്സ് സഹായിക്കുന്നുണ്ട്. അല്ലെ, പിന്നെ ലൈറ്റിന്റെ ഏറ്റവും വലിയൊരു സോഴ്സ് തന്നെയാണ് സൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും വിറ്റാമിൻ ഡി സിന്തസിസ്. സൺലൈറ്റ് ആണ് വിറ്റാമിൻ ഡിയുടെ സോഴ്സ് എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അല്ലെ, സോ അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൺലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമാണ്. അല്ലെ, നോക്കിക്കേ, സൺലൈറ്റ് എക്സ്പോഷർ ഇസ് ദ പ്രൈമറി വേ ഹ്യൂമൻ സിന്തസൈസ് വിറ്റാമിൻ ഡി, വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ബോൺ ഹെൽത്ത്, ഇമ്മ്യൂൺ ഫംഗ്ഷൻ ആൻഡ് ഓവറോൾ വെൽബീയിങ്. ഇംപ്രൂവ്ഡ് മൂഡ്. അല്ലെ, സൺലൈറ്റ് എക്സ്പോഷർ ക്യാൻ ഇംപ്രൂവ് മൂഡ് ആൻഡ് റെഡ്യൂസ് സിംറ്റംസ് ഓഫ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡേഴ്സ് ആൻഡ് ഡിപ്രഷൻ. പല ആളുകൾക്കും അല്ലെ ഈ ഡിപ്രഷന്റെ സിഗ്നൽസ് ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? വിറ്റമിൻ ഡിയുടെ ലാക്കാന്ന് പറയാറുണ്ട്. അപ്പോൾ സൺലൈറ്റ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും അല്ലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ ഇവിടെ വന്നിട്ട് സൺ ബാത്ത് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ അവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് അവർ ചുമ്മാ വന്നിരിക്കുകയാണോ? അല്ല, അവർക്ക് വിറ്റാമിൻ ഡിയുടെ ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം കൂടെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സിമ്പിൾ ആണെന്ന് തോന്നും അല്ലെ. അപ്പൊ സൺ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കാര്യവും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ ആൻസേഴ്സ് തന്നെ എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആയിട്ട് എഴുതാവുന്നതാണ്. അല്ലെ, പിന്നെ വാട്ടർ സൈക്കിൾ എഴുതാം, ഡ്രൈവിംഗ്, വെതർ ആൻഡ് ക്ലൈമാറ്റ് എന്നുള്ള വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾ വെച്ചിട്ട് നല്ലതുപോലെ എന്ത് ചെയ്യുക, കുറിപ്പ് എഴുതുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ.